Hello everyone, welcome to Masterminds online classes. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈവറ്റ് ഫിനാൻസിനെ കുറിച്ചും അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 3 സ്കോപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു മുന്നേ എന്താണ് പ്രൈവറ്റ് ഫിനാൻസ്? പ്രൈവറ്റ് ഫിനാൻസ് is the study of the income and expenditure of private individuals, families, business. ഓക്കെ അല്ലേ? നമ്മൾ ബിസിനസ്സുകാരുടെയും സ്വകാര്യ വ്യക്തികളുടെയും അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെയൊക്കെ വരുമാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ചെലവുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്? പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ സ്കോപ്പുകൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഫിനാൻഷ്യൽ ഗോൾ സെറ്റിങ്, അതുപോലെ ഡെപ്റ്റ് മാനേജ് ചെയ്യാനും ഒക്കെയാണ് നമ്മളെ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4th സ്കോപ്പ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസ് ആണ് നോക്കുന്നത്. 4ാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് എക്സ്പെൻസ് മാനേജ്മെൻറ്റ്, നമ്മുടെ ചെലവുകൾ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പ്രൈവറ്റ് ഫിനാൻസ്. അപ്പോൾ എന്താണ് എക്സ്പെൻസ് മാനേജ്മെൻറ്റ്? കൺട്രോളിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് എക്സ്പെൻസസ് ഈസ് എസെൻഷ്യൽ ഫോർ അച്ചീവിങ് ഫൈനാൻഷ്യൽ ഗോൾസ് അല്ലേ? നമ്മൾ ചെലവുകളൊക്കെ നിയന്ത്രിക്കുക അല്ലേ? വരുമാനത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ കൃത്യമായിട്ട് ചെലവ് നിയന്ത്രിക്കുക എന്നല്ലേ? അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ചെലവുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി പരിഗണിക്കുക എന്നുള്ളത് നമ്മൾ ഫൈനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. Private finance covers strategies for reducing discretionary spending. അതായത് അത്ര അത്യാവശ്യമല്ലാത്ത സ്പെൻഡിങ്ങുകളൊക്കെ അല്ലേ, ചെലവഴിക്കലൊക്കെ ഒഴിവാക്കാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പ്രൈവറ്റ് ഫിനാൻസിൽ കവർ ചെയ്യുന്നുണ്ട്. കട്ടിങ് അൺനെസസറി കോസ്റ്റ്, അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചെലവഴിക്കലുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒപ്റ്റിമൈസിങ് റെഗുലർ എക്സ്പെൻസ് അല്ലേ, നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറച്ച് ചെലവുകളെ നമ്മൾ നിർണ്ണയിക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രൈവറ്റ് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യും. അതിനുള്ള സ്ട്രാറ്റജീസ്, അതിനുള്ള തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രൈവറ്റ് ഫിനാൻസിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ 4ാമത്തെ സ്കോപ്പാണ് എക്സ്പെൻസ് മാനേജ് ചെയ്യുക അല്ലേ, നമ്മുടെ ചെലവുകളൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത്. 5ാമത്തെ ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. ഡെപ്റ്റ് മാനേജ്മെൻറ്റ് എന്താ? കടം മാനേജ് ചെയ്യുക അല്ലേ, നമ്മുടെ കടബാധ്യതകൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. മെനി ഇൻഡിവിജ്വൽസ് ഹാവ് ഡെപ്റ്റ് സച്ച് എസ് സ്റ്റുഡൻറ്റ് ലോൺ, മോർട്ടേജ്, ക്രെഡിറ്റ് കാർഡ്, ഡെപ്റ്റ് എക്സെട്ര അല്ലേ? നമുക്ക് പലർക്കും എന്തുണ്ടാവും? ഒരുപാട് തരത്തിലുള്ള കടബാധ്യതകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പണയം വെച്ച വസ്തു തിരിച്ചെടുക്കാനുള്ള ബാധ്യതയായിരിക്കും അത്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ലോൺ, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഡെപ്റ്റ്, വേറെ എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടായിരിക്കും, കടബാധ്യതകൾ ഉണ്ടായിരിക്കും, ലോൺ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതുണ്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള കടബാധ്യതകൾ ഉണ്ടായിരിക്കും അല്ലേ? Private finance involves strategies to manage and minimize through responsible borrowing, control and repayment plan. അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസിൽ എങ്ങനെ നമുക്ക് ഈ കടബാധ്യതകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫിനാൻസ്, നമ്മുടെ വരുമാനം മാനേജ് ചെയ്തുകൊണ്ട്, വരുമാനത്തെ കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിശ്ചിത തുക മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കടബാധ്യതകളൊക്കെ ഒത്തുതീർപ്പാക്കാം മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പ്രൈവറ്റ് ഫിനാൻസിൽ പഠിക്കുന്നുണ്ട്. In conclusion, the scope of private finance is comprehensive and covers a wide range of topics. ചുരുക്കി പറയുകയാണെങ്കിൽ പബ്ലിക് ഫിനാൻസിനെ പോലെ തന്നെ പ്രൈവറ്റ് ഫിനാൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. That enable individual to effectively manage their financial resources. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ഫിനാൻസ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഓരോ വ്യക്തിയെയും അവൻ്റെ ഫൈനാൻഷ്യൽ റിസോഴ്സസിലെ ധനപരമായിട്ടുള്ള വിഭവങ്ങൾ, അതായത് വരുമാനവും ചെലവും കടബാധ്യതകളും അവരുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനും ഒക്കെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ നമ്മളെ പ്രൈവറ്റ് ഫിനാൻസ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അച്ചീവ് ദെയർ ഗോൾസ് ആൻഡ് സെക്യൂർ ദെയർ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ അല്ലേ? അതുപോലെ നമ്മൾ ഭാവിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഭാവി ആവശ്യങ്ങൾക്ക്, ഭാവിയിൽ എന്തെങ്കിലും അത്യാവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾസ് സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് സേവ് ചെയ്യും. അതുപോലെ ചിലവഴിക്കൽ, നമ്മുടെ ഡെപ്റ്റ്, നമ്മളെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, നമ്മുടെ പ്രൈവറ്റ് ഫിനാൻസിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ സ്കോപ്പാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു ക്ലാസ്സിലുമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 സ്കോപ്പാണ് പ്രൈവറ്റ് ഫിനാൻസിനുള്ളത്. അതിന് മുന്നേ നമ്മൾ പബ്ലിക് ഫിനാൻസിൻ്റെ 5 സ്കോപ്പ് പറഞ്ഞിരുന്നു അല്ലേ? ഏതൊക്കെ? പ്രൊഫസർ ഡാൾട്ടൻ്റെ അഭിപ്രായത്തിലുള്ള 4 സ്കോപ്പും പിന്നെ എക്സ്ട്രാ ഒരു എക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്കോപ്പും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കോപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ്. എന്താണ് പബ്ലിക് ഫിനാൻസിന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. നോക്കാം. Public finance is a branch of economics that examines how governments raise money. അപ്പോൾ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് എക്കണോമിക്സിലെ ഒരു ബ്രാഞ്ച് ആണ്. അതിലെന്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? ഹൗ ഗവൺമെന്റ്സ് റേസ് മണി, എങ്ങനെയാണ് ഗവൺമെന്റിന് പണം ഉണ്ടാക്കുന്നത്, സ്പെൻഡ് ഇറ്റ്, എങ്ങനെ അവരത് ചെലവഴിക്കുന്നു, ആൻഡ് വാട്ട് ഇമ്പാക്ട് ദിസ് ആക്ഷൻ ഹാവ് ഓൺ ദ ഓൾ എക്കോണമി. ഇങ്ങനെ ഗവൺമെന്റ് പണം ചെലവഴിക്കുമ്പോഴും ഗവൺമെന്റ് ക്യാഷ് പിരിച്ചെടുക്കുമ്പോഴും ഒക്കെ എന്ത് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്നത്, ആൻഡ് സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്നത്, എന്തൊക്കെ ആഘാതങ്ങൾ, ഇഫക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് നമ്മൾ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. It examines how all tiers of government such as national, state and local governments deliver desired services to the general population and find the funding to do so. അപ്പോൾ പബ്ലിക് ഫിനാൻസിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ ലോക്കൽ ഗവൺമെൻറ്റുകളൊക്കെ തങ്ങളുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സിറ്റിസൺസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനുള്ള ഫണ്ട് എങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത് എന്ന് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പബ്ലിക് ഫിനാൻസിലൂടെ പരിശോധിക്കുന്നത്. പബ്ലിക് ഫിനാൻസിങ് ഈസ് റിക്വയർഡ് ഫോർ പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ്. അതായത് പബ്ലിക് ഫിനാൻസിങ് ആവശ്യമാണോ, എത്രത്തോളം പ്രാധാന്യം പബ്ലിക് ഫിനാൻസിനുണ്ട് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസിങ് ഈസ് റിക്വയർഡ് ഫോർ ദ പ്രൊവിഷൻ ഓഫ് public goods such as road, military services and street lighting etc. റോഡുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ മിലിറ്ററി സർവീസ് അല്ലേ, പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക, മിലിറ്ററി, ഡിഫൻസ്, അതുപോലെ റോഡ് ഉണ്ടാക്കുക, പാലങ്ങൾ ഉണ്ടാക്കുക, മെട്രോ പദ്ധതി, അങ്ങനെ ഒരുപാട് പൊതു സർവീസസിന് അല്ലേ, പൊതു സേവനങ്ങൾ നടത്തുന്നതിന് പബ്ലിക് ഫിനാൻസ് വളരെ അത്യാവശ്യമാണ് അല്ലേ. ബിക്കോസ് കാരണം എന്താ, no one will pay for these things and business organization will not be motivated to make them. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ബിസിനസ് സ്ഥാപനമോ ഒന്നും തന്നെ പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇത്തരം ചെലവുകളും ഏറ്റെടുക്കാൻ മുന്നോട്ട് വരില്ല അല്ലേ. ഒരു രാജ്യത്തെ ഒരു ബിസിനസ് സ്ഥാപനം എപ്പോഴും എന്തിനാണ് ശ്രമിക്കുക, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ എപ്പോഴും അവനവൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ആളുകളുടെ, പബ്ലിക്കിന് മൊത്തം വേണ്ടതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡിഫൻസ് അല്ലേ, ഡിഫൻസ്, മിലിറ്ററി സർവീസസ്, അതുപോലെ റോഡ്, ബ്രിഡ്ജ്, ഇതൊക്കെ എന്താണ് രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട്, ഒരു റോഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു മെട്രോ പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ അതിന് ഹ്യൂജ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും അല്ലേ, വലിയ ചെലവ് വരുന്ന പരിപാടിയാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തികളും ബിസിനസ് സ്ഥാപനങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യില്ല, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരില്ല. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ആര് തന്നെ മുന്നിട്ടിറങ്ങണം? ഗവൺമെൻറ് തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പബ്ലിക് ഫിനാൻസ്, ഗവൺമെൻറ്റിൻ്റെ ചെലവഴിക്കലുകളും ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്നൊക്കെ പറയുന്ന ഈ പബ്ലിക് ഫിനാൻസ് എന്താണ്, വളരെയധികം പ്രാധാന്യമേറിയതാണ്. Governments can combat or lessen unfavorable effects of a market economy through public finance. ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു മാർക്കറ്റിലെ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കോമ്പാറ്റ് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള പ്രതിസന്ധികളെയും ഒക്കെ പ്രതിരോധിക്കാനും അവയുടെ ശക്തി അല്ലെങ്കിൽ അവയുടെ ഇഫക്റ്റിനെ കുറക്കാനും ആർക്ക് കഴിയും? നമ്മുടെ പബ്ലിക് ഫിനാൻസിലൂടെ ഗവൺമെൻറ്റിന് കഴിയുന്നു. എങ്ങനെ? The spillover or externalities are the side effect of public finance. ഒരു സാമ്പത്തിക പ്രവർത്തനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാത്ത മൂന്നാമതൊരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ലാഭത്തെയോ നഷ്ടത്തെയോ ഒക്കെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി അല്ലെങ്കിൽ സ്പില്ലോവർ എന്നൊക്കെ പറയാം. സ്പില്ലോവർ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മൂന്നാമതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഇടപെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവരല്ലാതെ വേറൊരു വ്യക്തിക്ക് അതിൻ്റെ മെച്ചം, ഈ പ്രവർത്തനത്തിൻ്റെ മെച്ചം ലഭിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ദോഷം ഒരു മൂന്നാമതായിട്ട് അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് ലഭിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. എക്സ്റ്റേണാലിറ്റിക്ക് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഒരു ഫാക്ടറി, പുതിയ ഫാക്ടറി വന്നു. ആ ഫാക്ടറി നന്നായിട്ട് പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആ ഫാക്ടറിയുടെ ഓണർക്ക് കിട്ടും അല്ലേ, ആ കമ്പനി ആരാണോ സ്ഥാപിച്ചത് അയാൾക്ക് കിട്ടും. എന്നാൽ ഈ ഫാക്ടറി എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, അതിൻ്റെ വേസ്റ്റൊക്കെ ആ നാട്ടിലുള്ള പുഴയിലേക്ക് തള്ളിക്കളയുന്നുണ്ട്. ഒരുപാട് കെമിക്കലായിട്ടുള്ള
സാധനങ്ങളൊക്കെ ആ നാട്ടിലെ പുഴയിലേക്ക് തള്ളിക്കളയുന്നുണ്ട്. ഇത് ആ പ്രദേശവാസികളൊക്കെ ആ പുഴയിലെ വെള്ളം കുളിക്കാനും അതുപോലെ മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇത് ആ പ്രദേശവാസികൾ എന്ത് ചെയ്യുന്നുണ്ട്, ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക പ്രവർത്തനത്തിൽ ആ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ല അല്ലേ, ഒരു പങ്കുമില്ല. അവർക്ക് അത് ഈ ഒരു ഫാക്ടറി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ നിന്ന് ലാഭം, അതിൻ്റെ പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്റ്റേണാലിറ്റിയാണ്. അതുപോലെ പോസിറ്റീവായിട്ടുള്ള എക്സ്റ്റേണാലിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരു സാമ്പത്തിക പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ ദോഷം അതിൽ പങ്കെടുക്കാത്ത, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരാൾക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറി ആ പുഴയെ മലിനമാക്കുന്ന കേസ്, അത് നാട്ടുകാരെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആരിടപെടേണ്ടതായിട്ട് വരും? ഗവൺമെൻറ് ഇടപെടേണ്ടതായിട്ട് വരും അല്ലേ. ഇങ്ങനെ മലിനീകരണമൊക്കെ കുറയ്ക്കാൻ നിയമങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫാക്ടറി ഓണറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻ ഈടാക്കാൻ പറ്റും, പിഴ ഈടാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം അവസ്ഥകളിലൊക്കെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇങ്ങനെ മലിനമാക്കുമ്പോൾ ഗവൺമെൻറ് നല്ലൊരു ഫൈന്, ഒരുപാട് ലക്ഷങ്ങളോ കോടികളൊക്കെ ഗവൺമെൻറ് ഫൈൻ ഈടാക്കി. ഗവൺമെൻറ് അങ്ങനെ ഫൈൻ ഈടാക്കുമ്പോൾ ആ ഫാക്ടറിക്കാർ പിന്നെ എന്ത് ചെയ്യൂല, പിന്നെ ആ പുഴ മലിനാക്കൂല അല്ലേ. ഈ ഫൈന് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ട് തന്നെ അവർ ഈ വേസ്റ്റ് വേറെ എവിടെയെങ്കിലും തള്ളാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിന് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് ഫിനാൻസിലൂടെ ഗവൺമെൻറ്റിന് ഈ അൺഫേവറബിൾ ആയിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു രാജ്യത്തുണ്ടാവുന്ന പ്രതിസന്ധികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാനും പ്രതിരോധിക്കാനും സാധിക്കുന്നു. കൺസിഡർ പൊല്യൂഷൻ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞൊരു പൊല്യൂഷൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ഉള്ളത്. കൺസിഡർ പൊല്യൂഷൻ. ഗവൺമെൻറ് ക്യാൻ ഇംപ്ലിമെൻറ്റ് റീസൈക്ലിംഗ് ഇനീഷ്യേറ്റീവ്. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്തൊക്കെ പൊല്യൂഷൻ ഉണ്ട്, മലിനീകരണം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്ലിംഗ് ഇനീഷ്യേറ്റീവ് അല്ലേ. പ്ലാസ്റ്റിക് മലിനീകരണമൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ ഗവൺമെൻറ്റിന് തുടങ്ങാൻ പറ്റും. ടു റെഡ്യൂസ് പൊല്യൂഷൻ. പിന്നെ പാസ് ലെജിസ്ലേഷൻ ലിമിറ്റ് ടു പൊല്യൂഷൻ അല്ലേ. ഇത്ര പരിധിക്ക് അപ്പുറം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വിഷമാലിന്യങ്ങൾ പുറന്തള്ളാൻ പാടില്ല എന്നുള്ള ഒരു ലെജിസ്ലേഷൻ, ഒരു നിയമം ആർക്ക് പാസ്സാക്കാൻ പറ്റും? ഗവൺമെൻറ്റിന് പാസ്സാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ലെവി ഫീസ് ഓർ ടാക്സസ് ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് പൊല്യൂഷൻ അല്ലേ. പൊല്യൂഷന് കാരണമാകുന്ന, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇത്തരം പുഴയിലേക്ക് മാലിന്യങ്ങൾ തള്ളുകയാണെങ്കിൽ ഗവൺമെൻറ് ഫൈൻ ഈടാക്കും പറഞ്ഞില്ലേ. അതേപോലെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ, ഒരു മലിനീകരണം, ഒരു ദോഷകരമായിട്ട് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ഫീസോ ഫൈനോ ടാക്സൊക്കെ ഈടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ എന്തിലൂടെ സാധിക്കും? പബ്ലിക് ഫിനാൻസിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക് ഫിനാൻസ് വളരെയധികം പ്രാധാന്യമേറിയതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ നോക്കൂ, ഗവൺമെൻറ്റ്സ് ക്യാൻ റീഡിസ്ട്രിബ്യൂട്ട് മണി വിത്ത് ദ യൂസ് ഓഫ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിലൂടെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? പണം പുനർവിതരണം ചെയ്യാൻ പറ്റും. ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് കൊടുക്കാൻ പറ്റും. എങ്ങനെ? ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് ടാക്സസ് ഓൺ വെൽത്തിയർ സിറ്റിസൺസ് അല്ലേ. നല്ല പൈസക്കാരായിട്ടുള്ള പണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് എന്ത് ചെയ്യും? ടാക്സ് ഈടാക്കും. നമുക്കറിയാം ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഉണ്ട് അല്ലേ. ആളുകൾക്ക് അവരുടെ വരുമാനത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? വരുമാനത്തിന് പ്രൊപ്പോർഷണലായിട്ട് അവർക്ക് 10%, വരുമാനത്തിൻ്റെ 10% ഒരു 5% ഒക്കെ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് ടാക്സ് ആയി കൊടുക്കണം. അതുപോലെ കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികളും അവരുടെ പ്രോഫിറ്റ് ടാക്സ് ഉണ്ട് അല്ലേ. പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് അടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ വെൽത്തിയർ ആയിട്ടുള്ള പണമുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഗവൺമെൻറ് എന്ത് ചെയ്യും? നികുതി പിരിച്ചെടുക്കുന്നു. എന്നിട്ട് പ്രൊവൈഡ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഫോർ ലെസ് ഫോർച്ചുനേറ്റ് ഇൻ ഓർഡർ ടു ലെസൻ എക്കണോമിക് ഇനീക്വാളിറ്റി. സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാത്ത ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? ഈ നികുതിയിൽ നിന്ന് ഒരു ഷെയർ എന്ത് ചെയ്യും? കൊടുക്കും. അവർക്ക് സ്കോളർഷിപ്പായിട്ടോ അല്ലെങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നു? സ്കോളർഷിപ്പ് നൽകും. അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? സാമ്പത്തിക സഹായം നൽകും. അപ്പോൾ അങ്ങനെ പണക്കാരിൽ നിന്ന് നികുതി പിരിച്ചെടുത്തിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പുനർവിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ഇനീക്വാളിറ്റി, അസമത്വത്തെ കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നു? പബ്ലിക് ഫിനാൻസിലൂടെ ഗവൺമെൻറ്റിന് സാധിക്കുന്നു. Numerous programs in public finance are available for balancing the earnings of wealthy and poor അല്ലേ. പണക്കാരെയും പാവപ്പെട്ടവരെയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് ഇത്തരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് അല്ലെങ്കിൽ വെൽഫെയർ പ്രോഗ്രാംസ് ആൻഡ് അതർ സോഷ്യൽ പ്രോഗ്രാംസ് ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് പ്രോഗ്രാം അല്ലേ. ഇങ്ങനെ ജനനന്മയ്ക്ക് വേണ്ടി സോഷ്യൽ വെൽഫെയർ ഉറപ്പുവരുത്താൻ വേണ്ടി, ഇക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾ, പെൻഷൻ,
അല്ലെങ്കിൽ കാർഷിക കടങ്ങളൊക്കെ എഴുതി തള്ളുക, അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പബ്ലിക് ഫിനാൻസിലൂടെയാണ് അല്ലേ. ഗവൺമെൻറ് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല, ഗവൺമെൻറ് റവന്യൂ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസർ ഇല്ലെങ്കിൽ ഇതൊന്നും എന്ത് ചെയ്യില്ല, സാധ്യമാവില്ല. അതുകൊണ്ട് പബ്ലിക് ഫിനാൻസ് എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. The notion of a welfare state and importance of public finance are becoming more widely accepted. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഇടപെടലുകളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ചെലവഴിക്കൽ, വരുമാനം, ഇതൊക്കെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് വരികയാണിപ്പോൾ. ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ദ ക്ലാസിക്കൽ എക്കണോമിക്സ് കോൺസെപ്റ്റ് ഓഫ് ലേസസ് ഫെയർ പോളിസി, ദാറ്റ് ഈസ് minimum governmental interference in economic affairs of individual and society as police state is no longer valid. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് ഫിനാൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആ ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലേ 1930-കളിൽ ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം പോലീസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലേസസ് ഫെയർ പോളിസി അല്ലേ, ഗവൺമെൻറ് സാമ്പത്തിക കാര്യങ്ങൾ എക്കണോമിക് അഫയേഴ്സിലൊന്നും ഇടപെടേണ്ടതില്ല, ഗവൺമെൻറ്റിൻ്റെ നോൺ ഇൻ്റർവെൻഷൻ ഇൻ എക്കണോമിക് അഫയേഴ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ വാലിഡ് അല്ല, ഇൻവാലിഡാണ്. അതാരും തന്നെ ഫോളോ ചെയ്തു പോരുന്നില്ല. അപ്പോൾ എന്താണ് ലേസസ് ഫെയർ പോളിസി എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് ലേസസ് ഫെയർ പോളിസി? ഇറ്റ് ഈസ് ദ മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ അല്ലേ. എക്കണോമിക് മാറ്റേഴ്സിൽ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മിനിമലായിട്ടുള്ള ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ് ഇടപെടേണ്ടതില്ല എന്നുള്ള ഒരു നയത്തെയാണ് നമ്മൾ ലേസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പിന്തുടരുന്നില്ല. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ജനനന്മയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജനങ്ങളുടെയൊക്കെ വെൽഫെയർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തി വരുന്നുണ്ട് അല്ലേ. Every nation give importance to the supreme role of government through public finance to achieve macroeconomic goals such as full employment, price stability അല്ലേ. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും മാക്രോ എക്കണോമിക് ഗോൾസ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളായിട്ടുള്ള പ്രൈസ് സ്റ്റെബിലിറ്റി, ഫുൾ എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവൺമെൻറ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളിലും ഗവൺമെൻറ് ഇടപെട്ട് വരുന്നുണ്ട്. Public finance has expanded along with the extent of government's involvement in economic activities. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ കൂടുതൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനനുസരിച്ച് നമ്മുടെ പബ്ലിക് ഫിനാൻസിൻ്റെ വ്യാപ്തിയും എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു അല്ലേ. കാരണം നമ്മൾ പബ്ലിക് ഫിനാൻസിൽ എന്താ പഠിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് നമ്മൾ പബ്ലിക് ഫിനാൻസിൽ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്തോറും നമ്മുടെ സബ്ജക്റ്റിൻ്റെ വ്യാപ്തിയും എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്നു. Some of the government's key focus areas include creating employment opportunity. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. കൺട്രോളിങ് ഫ്ലക്ച്വേഷൻസ് ലൈക്ക് ബൂം ആൻഡ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പ്രതിസന്ധികളൊക്കെ എന്ത് ചെയ്യുക, ബൂമല്ല, ഡിപ്രഷൻ എന്താണ്, ഒരു പ്രതിസന്ധിയാണ്. ബൂം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും ടോപ്പിലെത്തുന്ന പീരീഡിനെയാണ് നമ്മൾ ബൂം പറയുക. ഡിപ്രഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും താഴെയുള്ള പീരീഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം വ്യതിയാനങ്ങളൊക്കെ നിയന്ത്രിക്കുക. ആൻഡ് സസ്റ്റെയിനിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലേ, സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. The method of managing public fund is called public finance. അപ്പോൾ പബ്ലിക് ഫണ്ടിലെ ഫണ്ട് അല്ലെങ്കിൽ പൊതുധനകാര്യ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പബ്ലിക് ഫണ്ടിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. പബ്ലിക് ഫിനാൻസ് ഈസ് മോർ ദാൻ ജസ്റ്റ് മണി മാനേജ്മെൻറ്റ് അല്ലേ. മണി മാനേജ് ചെയ്യുക എന്നുള്ളതല്ല അല്ലേ, ഗവൺമെൻറ്റിൻ്റെ പൈസ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പബ്ലിക് ഫിനാൻസിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്ലക്ച്വേഷൻസ് വരാതെ നോക്കുക, പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. It also emphasizing maintaining appropriate infrastructure അല്ലേ. ഇതിൽ പബ്ലിക് ഫിനാൻസിൽ മണി മാനേജ്മെൻറ്റ് അല്ലാതെ വേറെ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, മെയിൻറ്റെയിനിങ് അപ്രോപ്രിയേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ബൂസ്റ്റിംഗ് നാഷണൽ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക. ലോവറിങ് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ, തൊഴിലവസരങ്ങൾ ഒക്കെ വർദ്ധിപ്പിക്കുക. അതുപോലെ തൊഴിലില്ലായ്മ എന്ത് ചെയ്യുക, കുറയ്ക്കുക. കളക്ഷൻ
എംപ്ലോയ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് നാഷൻസ് ഹൈജീൻ ആൻഡ് ക്ലെൻലിനെസ്, ഒരു രാജ്യത്തിൻ്റെ വൃത്തിയും ഹൈജീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അനലൈസിങ് ടാക്സ് കളക്ഷൻ, അതിൻ്റെ ടാക്സിലെ ഗവൺമെൻറ് നികുതി എത്ര പിരിച്ചെടുക്കുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. അതുപോലെ മേക്കിംഗ് ഷുവർ ദാറ്റ് ടാക്സ് ബേർഡൻ ഈസ് നോട്ട് ടു ഹൈ, നമ്മൾ ജനങ്ങളിൽ നിന്ന് നികുതി പിടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് പിരിച്ചെടുക്കുമ്പോൾ അത് ടു ഹൈ, ജനങ്ങൾക്ക് തന്നെ ഒരു മടുപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നികുതി നൽകാൻ തയ്യാറല്ലാതെ അത്രയും വലിയ ക്യാഷ് നമ്മൾ വരുമാനത്തിൻ്റെ ഇപ്പോൾ ഒരു 50% ഓരോ വ്യക്തിയും ടാക്സ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെ പണിയെടുക്കാനൊരു ഉഷാറുണ്ടാവില്ല അല്ലേ? കാരണം പണിയെടുത്തതിൻ്റെ പകുതി ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് കൊടുക്കണം. അങ്ങനെ ഒരു നമ്മൾ ചിന്തിക്കും അല്ലേ? അപ്പോൾ ടു ഹൈ ടാക്സ് ബേർഡൻ, നികുതി ഭാരം എന്ന് പറയുന്നത് കൂടുതലല്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ആൻഡ് ഫിസ്ക്കൽ പോളിസി, ഫിസ്ക്കൽ പോളിസി അതുപോലെ ഫൈനാൻഷ്യൽ പോളിസിയൊക്കെ കറക്റ്റായിട്ട് നിരീക്ഷിക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക. അപ്ഹോൾഡിങ് ദ കോൺഫിഡൻസ് ഓഫ് ജനറൽ പബ്ലിക്, ജനങ്ങൾക്ക് ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോവുക മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രൈസ് സ്റ്റെബിലിറ്റി, ഫുൾ എംപ്ലോയ്മെൻറ്റും ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യലും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യലും എല്ലാ കാര്യങ്ങളും ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? പബ്ലിക് ഫിനാൻസിൽ ഉൾപ്പെടുന്നുണ്ട്. അത് മണി മാനേജ്മെൻറ്റ് മാത്രമല്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്. ഓക്കെ, പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് പബ്ലിക് ഫിനാൻസ്? റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ പാറ്റേൺ ഓഫ് ഗവൺമെൻറ് അല്ലേ? ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവുകളൊക്കെ കുറിച്ചുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് പബ്ലിക് ഫിനാൻസ്. പ്രൈവറ്റ് ഫിനാൻസോ സ്വകാര്യ വ്യക്തികളുടെയും അതുപോലെ ഫാമിലീസിൻ്റെയും ബിസിനസ്സുകാരുടെയൊക്കെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് പ്രൈവറ്റ് ഫിനാൻസ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. According to Richard Musgrave, public finance is a complex of problems centered on the government income and expenditure process. അല്ലേ? മസ്ഗ്രേവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഇൻകവും ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അടങ്ങുന്ന ഒരു പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത് പറയുന്നത്? പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. There are several branches of public finance. പബ്ലിക് ഫിനാൻസിന് അങ്ങനെ ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. ഏതൊക്കെയാ? പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്, ബജറ്റ് പോളിസി, ഫിസ്ക്കൽ പോളിസി, ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് എന്തിനുണ്ട്? നമ്മുടെ പബ്ലിക് ഫിനാൻസിനുണ്ട്. പ്രൈവറ്റ് ഫിനാൻസ് എന്താ? പ്രൈവറ്റ് ഫിനാൻസ് ഇസ് ദ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് എൻറ്റിറ്റീസ് അല്ലേ? സ്വകാര്യ വ്യക്തികളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. Despite the fact that most of us have a general idea of what two terms signify, ഈ രണ്ട് ടേംസും എന്താണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയതാണ് അല്ലേ? നമ്മൾ ഡിസ്കസും ചെയ്തതാണ് എന്താണെന്നുള്ളത്. എന്നിരുന്നാലും ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ദേ മീൻ ആൻഡ് ഹൗ ദേ ഡിഫർ. എന്നിരുന്നാൽ കൂടി ഇവയ്ക്ക് ഓരോന്നിനും എങ്ങനെയാണ് ഇവർ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നും ഈ കോൺസെപ്റ്റുകൾ എന്താണെന്നും നമ്മൾ തറോ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സിമിലാരിറ്റീസ്, എന്തൊക്കെയാണ് പ്രൈവറ്റ് ഫിനാൻസും പബ്ലിക് ഫിനാൻസും തമ്മിലുള്ള സാമ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്, ലക്ഷ്യത്തിൽ എന്താണ് സാമ്യതയുള്ളത്? The primary goal of both public and private finance is to satisfy human desires. മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് പബ്ലിക് ഫിനാൻസ് ആയാലും പ്രൈവറ്റ് ഫിനാൻസ് ആയാലും ചെയ്യുന്നത്. The primary goal of public finance is to satisfy social desires അല്ലേ? എന്നാൽ പബ്ലിക് ഫിനാൻസ് എന്താണ്? സോഷ്യൽ ഡിസയേഴ്സ് ആണ് അല്ലേ? സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങളെയാണ് നമ്മൾ പബ്ലിക് ഫിനാൻസിൽ പരിഗണിക്കുന്നത്. While the primary goal of private finance is to satisfy individual desires. ഓരോ വ്യക്തിയുടെയും ആഗ്രഹങ്ങളാണ് നമ്മൾ എന്തിൽ പരിഗണിക്കുക? പ്രൈവറ്റ് ഫിനാൻസിൽ പരിഗണിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് പബ്ലിക് ഫിനാൻസ് ആയാലും പ്രൈവറ്റ് ഫിനാൻസ് ആയാലും ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ? അതാണ് ഒന്നാമത്തെ സിമിലാരിറ്റി. സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾസ്, തത്വങ്ങളിൽ എന്താണ് വ്യത്യാസം? The maximization of social benefit is the guiding principle by which government spend its money. ഗവൺമെൻറ് അതിൻ്റെ പൈസയൊക്കെ ചിലവാക്കുന്നത് എന്തിനാണ്? മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ അല്ലേ? സമൂഹത്തിൻ്റെ ലക്ഷ്യം മാക്സിമം ആക്കുക എന്നുള്ളത്, സമൂഹത്തിൻ്റെ നന്മ, വെൽഫെയർ അല്ലേ, ക്ഷേമം മാക്സിമം ആക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? പബ്ലിക് ഫിനാൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ഓൾസോ adhere to maximization of satisfaction principle when spending their available fund. സ്വകാര്യ വ്യക്തികളും എന്ത് ചെയ്യും? അവരുടെ പൈസ ചിലവാക്കുമ്പോൾ അല്ലെങ്കിൽ പണം വിനിയോഗിക്കുമ്പോൾ അവരും നോക്കുന്നത് എന്താ? മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ? അപ്പോൾ
പബ്ലിക് ഫിനാൻസിലായാലും പ്രൈവറ്റ് ഫിനാൻസിലായാലും ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശം വെക്കുന്നത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? മാക്സിമൈസേഷൻ ഓഫ് വെൽഫെയർ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരിടത്ത് സമൂഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനാണെങ്കിൽ മറ്റേ സ്ഥലത്ത് എന്താ? വ്യക്തികളുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഉദ്ദേശം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ? ആരുടെ എന്നുള്ളതിലാണ് വ്യത്യാസമുള്ളത്. എന്നിരുന്നാൽ പോലും പ്രിൻസിപ്പിൾ എന്താണ്? സംതൃപ്തി, നമുക്ക് കിട്ടുന്ന സംതൃപ്തി മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. തേർഡ് സിമിലാരിറ്റി എന്താണെന്ന് നോക്കാം. സ്കേഴ്സിറ്റി, ദാരിദ്ര്യം അല്ലേ? നമ്മൾ എക്കണോമിക്സിൽ എപ്പോൾ പഠിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് അല്ലേ? നമ്മുടെ മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്, പക്ഷേ നമുക്ക് ഈ ആവശ്യങ്ങൾക്ക് നിറവേറ്റാനുള്ള റിസോഴ്സസ് എന്താണ്? വളരെ പരിമിതമാണ്. നോക്കാം. ബോത്ത് ആർ കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് എക്കണോമിക് ചോയ്സ് അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ അനിയന്ത്രിതവും അതുപോലെ തന്നെ നമുക്കുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടി വരും, നമുക്ക് ചോയ്സ് എടുക്കേണ്ടി വരുന്നു അല്ലേ? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് നമ്മുടെ ഏത് ആവശ്യം ആദ്യം പരിഗണിക്കണം എന്നുള്ള ഒരു പ്രശ്നം, ആ ഒരു ചോയ്സ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. ഏത് ആവശ്യം നമ്മൾ നിറവേറ്റണം, ഏത് ആവശ്യം നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ആ ഒരു ചോയ്സ് നമ്മൾ എടുക്കേണ്ടി വരുന്നു. That is, they try to satisfy unlimited ends with scarce resources having alternative uses അല്ലേ? ഒരുപാട് ആവശ്യങ്ങളുള്ള വളരെ കുറച്ച് റിസോഴ്സസേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഉള്ള റിസോഴ്സസ് വെച്ച് അല്ലെങ്കിൽ ഉള്ള ക്യാഷ് വെച്ച് നമ്മുടെ ഏത് ആഗ്രഹം ആദ്യം സഫലീകരിക്കണം എന്നുള്ള ഒരു ചോയ്സ് നമ്മൾ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ സ്കേഴ്സിറ്റി പബ്ലിക് ഫിനാൻസിലുണ്ട്, പ്രൈവറ്റ് ഫിനാൻസിലുണ്ട് എന്നുള്ളതാണ് അടുത്ത സിമിലാരിറ്റി. ഓക്കെ. ഫോർത്ത് സിമിലാരിറ്റി ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് ബോറോവിങ്. വരുമാനത്തിലും ചെലവിലും കടത്തിലൊക്കെ എന്താണ് സിമിലാരിറ്റി ഉള്ളത്? ബോത്ത് ഗവൺമെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് റിസോഴ്സസ് ഓഫ് ഇൻകം ആർ ലിമിറ്റഡ് അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഇൻകവും അതുപോലെ പബ്ലിക് ഇൻഡിവിജ്വൽസിൻ്റെ സ്വകാര്യ വ്യക്തികളുടെ ഇൻകം എന്താണ്? ലിമിറ്റഡ് ആണ്, ഒരു പരിധിയുണ്ട്. ബോറോവിങ് ക്യാൻ ബി ഡൺ ഫോർ ബോത്ത് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഷോർട്ടേജ് അല്ലേ? നമ്മുടെ വരുമാനത്തേക്കാൾ നമുക്ക് ചിലവ് വരുമ്പോൾ നമ്മൾ വ്യക്തികളായാലും നമ്മൾ കടം വാങ്ങും, അതുപോലെ ഗവൺമെൻറ്റും എന്ത് ചെയ്യും? കടം വാങ്ങും. ആൻഡ് ബോത്ത് ആർ ഒബ്ലൈസ്ഡ് ടു റീപേ ദ ബോറോഡ് മണി. രണ്ടാൾക്കാരും എന്ത് ചെയ്യണം? ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയ ക്യാഷ് എന്ത് ചെയ്യണം? തിരിച്ചടയ്ക്കണം. അതാണ് ഇവർ തമ്മിലുള്ള അടുത്ത സാമ്യം അല്ലെങ്കിൽ സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, പോളിസീസ്. പോളിസീസിൽ എന്താണ് സാമ്യത ഉള്ളത്? ഫോർ ബോത്ത് കൈൻഡ്സ് ഓഫ് ഫിനാൻസസ് ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഇസ് റാഷണാലിറ്റി. യുക്തി, റാഷണാലിറ്റി എന്ന് പറയുന്നതാണ് ഈ രണ്ട് പബ്ലിക് ഫിനാൻസിൻ്റെയും പ്രൈവറ്റ് ഫിനാൻസിൻ്റെയും ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റാഷണാലിറ്റി എന്താണ്? ഈസ് ദ സെൻസ് ദാറ്റ് മാക്സിമൈസേഷൻ ഓഫ് പേഴ്സണൽ ബെനിഫിറ്റ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ് ത്രൂ കറസ്പോണ്ടിങ് എക്സ്പെൻഡിച്ചർ. നമ്മൾ റാഷണലാണ്, ഹ്യൂമൻ ബീയിങ്സ് റാഷണലാണ്, യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറയും. യുക്തിപരമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യത്തിന് ചിലവാക്കുമ്പോഴും നമ്മുടെ മാക്സിമൈസേഷൻ അല്ലേ, നമുക്ക് അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് അതിൽ കിട്ടുന്ന യൂട്ടിലിറ്റി മാക്സിമം ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിലും ചിലവാക്കുള്ളൂ. അപ്പോൾ പബ്ലിക് ഫിനാൻസിലായാലും പ്രൈവറ്റ് ഫിനാൻസിലായാലും വ്യക്തികളായാലും ഗവൺമെൻറ് ആയാലും എന്തൊരു കാര്യത്തിന് വേണ്ടി ചിലവാക്കുമ്പോൾ അതിൽ നിന്ന് ആളുകൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ ചിലവഴിക്കുള്ളൂ. അതാണ് ഇവർ തമ്മിലുള്ള പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള പോളിസിയിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത്. Only sound policies in both private and public finances will allow for the maximization of welfare and benefit അല്ലേ? വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ചെയ്യുന്ന പോളിസീസ് മാത്രമേ ആരും എടുക്കുള്ളൂ? ഗവൺമെൻറ് ആയാലും എടുക്കുള്ളൂ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് അല്ലേ, സ്വകാര്യ വ്യക്തികളായാലും എടുക്കുള്ളൂ. അവരുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനേ രണ്ട് കൂട്ടരും നോക്കുള്ളൂ അല്ലേ? പ്രൈവറ്റ് വ്യക്തികളായാലും അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് അതോറിറ്റീസ് ആയാലും. ഓക്കെ, അതാണ് മറ്റൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. സിക്സ്ത് വണ്ണാണ് അഡ്മിനിസ്ട്രേഷൻ. ഭരണരംഗം എങ്ങനെ എന്നതിനനുസരിച്ച് പബ്ലിക് ഫിനാൻസിലും പ്രൈവറ്റ് ഫിനാൻസിലും എന്ത് സിമിലാരിറ്റി ആണുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. The administrative machinery determines the effectiveness and success of measures implemented by private and public sector. അപ്പോൾ പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും അവരുടെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അല്ലേ, എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതുപോലെ ഗവൺമെൻറ് ഒരുപാട് ചിലവഴിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിന് ഒരുപാട് ടാക്സ് അതുപോലെയുള്ള വരുമാന സ്രോതസ്സുകളുണ്ട്. അതേപോലെ സ്വകാര്യ വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സക്സസ്ഫുൾ ആണോ അല്ലെങ്കിൽ പരാജയമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു എക്കോണമിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. ആ സിസ്റ്റം കറപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല?
ഇവരുടെ പബ്ലിക് അതോറിറ്റീസിൻ്റെ ആയാലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ആയാലും ബിസിനസ്സിൻ്റെ ഒന്നും പോളിസീസ് എന്ത് ചെയ്യില്ല, സക്സസ് ആവില്ല, ഇഫക്റ്റീവ് ആവില്ല. ഇവ വിജയിക്കണമെങ്കിൽ എന്ത് വേണം, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വേണം എന്നുള്ളതാണ് ഇവിടെയുള്ള മറ്റൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. Losses will be the result if the administrative machinery is inefficient and corrupt. അല്ലേ, ഒരു ഭരണരംഗം എന്ന് പറയുന്നത് ഇന്നെഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അഴിമതികൾ നിറഞ്ഞ ഒരു ഭരണ രംഗമാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ളത് എങ്കിൽ സ്വകാര്യ വ്യക്തികളുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാം, പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് മറ്റൊരു സിമിലാരിറ്റിയാണ്. അപ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും പോളിസീസിൻ്റെ അല്ലെങ്കിൽ നയങ്ങളുടെയും അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ സക്സസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ആ രാജ്യത്ത് ആ എക്കണോമിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലേ, ഭരണരംഗം എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വിങ്ങൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ച് എന്തുണ്ടാവും, ആ രാജ്യത്തുള്ള ജനങ്ങളുടെയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നൊക്കെ മാറി മറിഞ്ഞിരിക്കും അല്ലേ. ഭരണരംഗം നല്ലതാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല, ഭരണരംഗം മുഴുവൻ അഴിമതി നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അവിടെ നടത്തുന്ന പല സാമ്പത്തിക പ്രവർത്തനങ്ങളും എന്ത് ചെയ്യാൻ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള 6 സിമിലാരിറ്റീസ് അല്ലേ, സാമ്യതകൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു സിമിലാരിറ്റീസ്? ഇവരുടെ ലക്ഷ്യം ഒരേപോലെയാണ് അല്ലേ, ഏറെക്കുറെ രണ്ടാളുടെയും ലക്ഷ്യം എന്താണ്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ്, ഗൈഡിങ് പ്രിൻസിപ്പിൾ ഏകദേശം ഒരുപോലെയാണ്. അതുപോലെ രണ്ട് കൂട്ടർക്കും എന്തുണ്ട്, സ്കേഴ്സിറ്റി, ദാരിദ്ര്യം അല്ലേ, ലിമിറ്റഡ് ഇൻകമേ ഉള്ളൂ പ്രൈവറ്റിനും ഗവൺമെൻറ്റിനും. അതുപോലെ ഇവരുടെ ഇൻകം എക്സ്പെൻഡിച്ചർ ബോറോവിങ് അല്ലേ, രണ്ട് കൂട്ടർക്കും ഇൻകം കുറവാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, ബോറോ ചെയ്യും അല്ലേ, ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങും. ഗവൺമെൻറ് ആയാലും വാങ്ങും, സ്വകാര്യ വ്യക്തികളാണെങ്കിലും വാങ്ങും. പിന്നീട് അവർ എന്ത് ചെയ്യേണ്ടി വരും, ഈ കടം വാങ്ങിച്ച തുക തിരിച്ചടക്കേണ്ടതായി വരുന്നുണ്ട്. അതുപോലെ പോളിസീസ് അല്ലേ, പോളിസീസിൽ ഇവർ രണ്ടുപേരും തമ്മിൽ സാമ്യമുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ അല്ലേ, ആ രാജ്യത്തുള്ള ഭരണരംഗം എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇവരുടെ പോളിസീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സക്സസ് ആവോ ഫെയിലിയർ ആവോ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും സിമിലാരിറ്റീസ് ആണ് പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സീ യു.